ഹൈ സ്റ്റുഡൻസ്, ഈ വീഡിയോ കൊമേഴ്സ് ബിഗിനേഴ്സിനെ പ്രത്യേകിച്ചും +1 വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. കൊമേഴ്സ് സ്റ്റുഡൻസ് നിർബന്ധമായും പഠിക്കേണ്ട ഒരു വിഷയമാണ് അക്കൗണ്ടൻസി. അടുക്കും ചുറ്റിയോടും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഈ വിഷയം വളരെ സിമ്പിളാണ്, കൂടാതെ ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റുമാണ്. അക്കൗണ്ടൻസിയുടെ ബേസിക്സ് വളരെ ലളിതമായി അവതരിപ്പിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. അക്കൗണ്ടിംഗ് വർക്ക് ആരംഭിക്കുന്നത് ട്രാൻസാക്ഷനിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ഈ സെഷനിൽ ആദ്യമായി ട്രാൻസാക്ഷൻ എന്താണെന്നും എത്ര തരം ട്രാൻസാക്ഷൻ ഉണ്ട് എന്നും നമുക്ക് പരിചയപ്പെടാം. നമുക്ക് ചുറ്റും ചെറുതും വലുതുമായ ധാരാളം ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തപ്പെടുന്നുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ നടത്തപ്പെടുന്നതായ ആക്ടിവിറ്റീസ് എന്താണ് എന്ന് ഇതുവരെയായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു സ്ഥാപനത്തിൽ കൂടെ പർച്ചേസസ് നടത്താറുണ്ട്. തുടർച്ചയായി വിൽപ്പന നടത്താറുണ്ട്. ആ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാറുണ്ട്. വാടകയ്ക്ക് ഒരു കെട്ടിടമെടുത്താണ് നമ്മൾ ബിസിനസ് സ്ഥാപനം നടത്തുന്നത് എങ്കിൽ അതിന് വാടക കൊടുക്കാറുണ്ട്. ബാങ്കിൽ രൂപ നിക്ഷേപിക്കാറുണ്ട്. ബാങ്കിൽ നിന്നും രൂപ പിൻവലിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ പ്രിന്റിംഗ് നടത്തിയിട്ട് പ്രിന്റിംഗ് ചാർജസ് കൊടുക്കാറുണ്ട്. നമ്മുടെ മെഷീനറി റിപ്പയർസ് ആവശ്യമായി വരുന്നു എങ്കിൽ റിപ്പയർ ചെയ്തിട്ട് അതിന് റിപ്പയറിംഗ് ചാർജ് കൊടുക്കാറുണ്ട്. നമ്മുടെ സ്ഥാപനത്തെ പറ്റി പരസ്യപ്പെടുത്തണമെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഫേമിനെ സമീപിച്ചിട്ട് അവരുടെ സേവനം ലഭ്യമാക്കിയിട്ട് അഡ്വർടൈസിംഗ് ചാർജ് കൊടുക്കാറുണ്ട്. പലപ്പോഴും വാങ്ങുന്നതായ ഗുഡ്സ് തിരികെ നൽകാറുണ്ട്. വിൽക്കുന്നതായ ഗുഡ്സ് തിരികെ നമുക്ക് ലഭിക്കാറുണ്ട്. ഒരു ബിസിനസ്സിലേക്ക് ആവശ്യമായ ഫർണിച്ചർ വാങ്ങാറുണ്ട്. ഇങ്ങനെ നിരവധി ഇടപാടുകൾ അഥവാ ആക്ടിവിറ്റീസ് അഥവാ ഈവൻസ് ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്താറുണ്ട്. അങ്ങനെ നടത്തുന്നതായ ഈവൻസിനെയാണ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. എല്ലാ ഈവൻസും ട്രാൻസാക്ഷൻസ് അല്ല. ഈവൻസ് ട്രാൻസാക്ഷൻ ആകണമെങ്കിൽ അത് മണി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്നത് ആയിരിക്കണം. അപ്പോഴ് ഒരു ട്രാൻസാക്ഷൻ എന്ത് എന്ന് ചോദിച്ചാൽ ഇസ് ആൻ ഈവന്റ്. ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ an event or activity, an event or activity measurable in money terms. In money terms. I shall write down here the examples. Number 1, purchased goods rupees 50,000. Number 2, sold goods rupees 75,000. Next, salaries paid rupees 25,000. Next, rent paid rupees 4,000. Next, furniture purchased rupees 12,000. Next, advertisement charges paid rupees 12,000. Next,
Repair charges paid. Repair charges paid. Rupees 3,000. All these are examples of transactions. Why? Because they are events or activities connected with a business concern which can be measured in terms of money, in monetary terms. There are certain events which cannot be measured in terms of money. So, for example, ഒരു ബിസിനസ് കൺസേണില് ഒരു മാസം അവിടുത്തെ തൊഴിലാളികൾ സമരം ചെയ്തു, സ്ട്രൈക്ക്. അങ്ങനെ സമരം ചെയ്യുകയാണെങ്കിൽ ആയത് ആ ബിസിനസിനെ പ്രതികൂലമായിട്ട് ബാധിക്കും, സംശയമില്ല. അതിന്റെ ലാഭത്തെ ബാധിക്കും, അതിന്റെ കീർത്തിയെ ബാധിക്കും. അപ്പോൾ ഇത് ഒരു ഈവന്റ് ആണ്, ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്തതാണ്. പക്ഷെ അത് മോണിറ്ററി ടേംസിൽ നമുക്ക് മെഷർ ചെയ്യാൻ സാധ്യമല്ല. ദാറ്റ് ഈസ് സ്ട്രൈക്ക്. രണ്ട്, ലോക്കൗട്ട്. ചിലപ്പോൾ സ്ഥാപനം കുറെ കാലത്തേക്കൊന്ന് പൂട്ടിയിടേണ്ടതായിട്ട് വന്നേക്കാം. അങ്ങനെ പൂട്ടിയിടുമ്പോൾ അവിടെ പ്രവർത്തനം ഒന്നും തന്നെയും നടക്കുന്നില്ല. ഇതും ആ ബിസിനസിന്റെ ലാഭത്തെ ബാധിക്കുന്നതാണ്. പക്ഷെങ്കിൽ ലോക്കൗട്ട് മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ലോക്കൗട്ട് ഓഫ് എ ബിസിനസ്സിന് എന്തല്ല, ഒരു ട്രാൻസാക്ഷൻ അല്ല. ഇനി നമുക്ക് നോക്കാം, ദാറ്റ് ഈസ് ലോക്കൗട്ട്. 3, ഡെത്ത് ഓഫ് എ വർക്കർ. ഡെത്ത് ഓഫ് എ വർക്കർ. ഒരു ബിസിനസ് സ്ഥാപനത്തില് ഒരു നല്ല വർക്കർ ഉണ്ടായിരുന്നു, നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള, വിശ്വസ്തനായിട്ടുള്ള ഒരു വർക്കർ ഉണ്ടായിരുന്നു. ആ വർക്കർ മരണപ്പെട്ടു. തീർച്ചയായിട്ടും ആ മരണം ഈ ബിസിനസിന്റെ പ്രവർത്തനത്തെ ബാധിക്കും. എന്നിരുന്നാൽ കൂടി ഡെത്ത് ഓഫ് എ വർക്കർ cannot be measured in monetary terms. Therefore, these 3 in our example are not transactions. What is the reason? The simple reason is that these cannot be measured in terms of money. Thus, to consider an event or activity as a transaction, it should be capable of expressing in monetary terms. Otherwise, it cannot be considered as a transaction. അപ്പോൾ ട്രാൻസാക്ഷൻ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത്, ഒരു ബിസിനസ്സിൽ എത്ര തരത്തിലുള്ളതായ ട്രാൻസാക്ഷൻസ് ഉണ്ട്. മെയിൻലി there are 2 types of transactions. ഒരു ബിസിനസ് കൺസേണില് പ്രധാനമായിട്ട് 2 തരത്തിലുള്ളതായ ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഒന്ന് ക്യാഷ് ട്രാൻസാക്ഷൻസ്, 2 ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഒരു ബിസിനസ്സിൽ 2 തരത്തിലുള്ളതായ ട്രാൻസാക്ഷൻസ് ഉണ്ട്. അഥവാ ട്രാൻസാക്ഷൻസിനെ നമുക്ക് 2 ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഒന്ന് ക്യാഷ് ട്രാൻസാക്ഷൻസ്, ഒന്ന് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. എന്താണ് ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇഫ് എ ട്രാൻസാക്ഷൻ ഇൻവോൾവ്സ് immediate payment of cash or immediate receipt of cash, that transaction is called cash transaction. അതായത് ഒരു ഇടപാട് നടക്കുമ്പോൾ, ഒരു ഈവന്റ് ഉണ്ടാകുമ്പോൾ, ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ആ സമയത്ത് തന്നെ ഒന്നുകിൽ രൂപ കിട്ടുന്നു അല്ലെങ്കിൽ രൂപ കൊടുക്കുന്നു. എന്നാൽ
ആ ട്രാൻസാക്ഷന് പറയുന്ന പേരാണ് ക്യാഷ് ട്രാൻസാക്ഷൻസ്. ഉദാഹരണം പറയുകയാണെങ്കിൽ സോൾഡ് ഗുഡ്സ് ഫോർ ₹40,000. 40,000 രൂപയ്ക്ക് നമ്മൾ ഗുഡ്സ് വിറ്റു. അപ്പൊ ഇവിടുത്തെ നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ച് ഗുഡ്സ് വിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ ഗുഡ്സ് വിറ്റു. ആ ഗുഡ്സ് വിറ്റ അതേ സമയത്ത് തന്നെ നമുക്ക് എന്ത് കിട്ടി? ക്യാഷ് കിട്ടി. ഇപ്പൊ ഇവിടെ ഇമ്മീഡിയറ്റ് റിസിപ്റ്റ് ഓഫ് ക്യാഷ് ഉണ്ട്. അനദർ എക്സാമ്പിൾ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ₹10,000. 10,000 രൂപയുടെ ഗുഡ്സ് നമ്മൾ വാങ്ങിച്ചു. 10,000 രൂപയുടെ ഗുഡ്സ് വാങ്ങിച്ചു. അപ്പൊ നമ്മൾ ചെയ്തത് എന്താ? ഗുഡ്സ് വാങ്ങിച്ചു. ആ ഗുഡ്സ് വാങ്ങിയ സമയത്ത് തന്നെ അതിന്റെ വിലയായ 10,000 രൂപ കൊടുക്കുന്നു. അപ്പൊ അവിടെ എന്തുണ്ട്? ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ഓഫ് ക്യാഷ് ഉണ്ട്. അതും ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷനിൽ ഇമ്മീഡിയറ്റ് റിസിപ്റ്റ് ഓഫ് ക്യാഷോ ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ഓഫ് ക്യാഷോ ഉണ്ടാകുന്നുവെങ്കിൽ അങ്ങനെയുള്ളതായ ട്രാൻസാക്ഷൻസിന് പറയുന്ന പേരാണ് എന്ത്? ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഇവിടെയും ആ ആക്ടിവിറ്റി എന്ത് ചെയ്യാവുന്നതാണ്? മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാവുന്നതാണ്. പക്ഷെങ്കിൽ there is no immediate receipt or immediate payment of cash. അവിടെ മണി വാല്യൂ ഉണ്ട്. മണി വാല്യൂ മാറ്റിയാൽ ഇല്ല എങ്കിൽ അത് ട്രാൻസാക്ഷൻ അല്ല. ഇവിടെ മണി വാല്യൂ ഉണ്ട്, പക്ഷെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് റിസീപ്റ്റ് ഓഫ് ക്യാഷും ഇല്ല, ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ഓഫ് ക്യാഷും ഇല്ല. ദ റിസീപ്റ്റ് ഓഫ് ക്യാഷ് or payment of cash is postponed to a future date. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ റിസീപ്റ്റ് ഓഫ് ക്യാഷ് അല്ലെങ്കിൽ പേയ്മെന്റ് ഓഫ് ക്യാഷ് ഭാവിയിലേക്ക് മാറ്റുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? രൂപ പെട്ടെന്ന് കിട്ടുന്നുമില്ല, പെട്ടെന്ന് കൊടുക്കുന്നു ഇല്ല. പക്ഷെ ഇത് കൊടുക്കും, ഇത് കിട്ടും ഒരു നിശ്ചിത കാലാവധി കഴിഞ്ഞിട്ട്. എക്സാമ്പിൾ, sold goods to A for ₹20,000 on credit. എ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ഗുഡ്സ് വിറ്റു. എങ്ങനെയാ വിറ്റത്? കടമായിട്ട് വിറ്റു. എത്ര രൂപയുടെ ഗുഡ്സ്? 20,000 രൂപയുടെ ഗുഡ്സ്. രൂപ ഇപ്പം കിട്ടുന്നില്ലല്ലോ കടമായിട്ട് വിൽക്കുമ്പോഴ്. ഇല്ല. ധാരണ എന്ന് പറയുന്നത് ആ ഗുഡ്സിന്റെ വില 1 മാസം കഴിയുമ്പോൾ തരാമെന്നാണ്. അപ്പോഴവിടെ ആ റിസീപ്റ്റ് ഓഫ് ക്യാഷ് ഇപ്പോൾ കിട്ടേണ്ടതാണ്, പക്ഷെ ഇപ്പോൾ കിട്ടിയില്ല. നമ്മൾ എന്ത് ചെയ്തു? ആ റിസീപ്റ്റ് ഓഫ് ക്യാഷ് പോസ്റ്റ്പോൺ ചെയ്തു. എന്നത്തേക്ക്? 1 മാസത്തേക്ക്. 1 മാസം കഴിഞ്ഞിട്ട് അതിന്റെ തുക കിട്ടും, പക്ഷെ ഇപ്പോഴും കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ആ റിസീപ്റ്റ് ഓഫ് ക്യാഷ് പോസ്റ്റ്പോൺ ചെയ്തു. എങ്കിൽ ആ ട്രാൻസാക്ഷൻ ഏതാണ്? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. വീണ്ടും പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ₹11,000 ഫ്രം ഡി ഓൺ credit with a condition that the amount will be paid after 2 months. നമ്മൾ ഒരാളിൽ നിന്ന്, ആരാണ് ആള്? ബി. ബിയിൽ നിന്ന് കുറെ ഗുഡ്സ് കടമായിട്ട് വാങ്ങിച്ചു. നമ്മൾ ബിയോട് പറഞ്ഞു, ഞാൻ ഗുഡ്സ് ഇപ്പോഴെടുക്കും, പക്ഷെങ്കിൽ രൂപ ഇപ്പോൾ തരില്ല. രൂപ എന്ന് തരും? 2 മാസം കഴിയുമ്പോൾ തരാം. സമ്മതിച്ചു. ഗുഡ്സ് എടുത്തുകൊണ്ട് വന്നു, നമ്മുടെ സ്ഥാപനത്തിൽ വെച്ചു, നമ്മൾ വിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ആ പർച്ചേസിന്റെ സമയത്ത് എന്തില്ല? പേയ്മെന്റ് ഓഫ് ക്യാഷ് ഇല്ല, ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ഓഫ് ക്യാഷ് ഇല്ല. ആ പേയ്മെന്റ്
നമ്മൾ ഭാവിയിലേക്ക് മാറ്റുന്നു. അങ്ങനെ മാറ്റിയാൽ ആ ട്രാൻസാക്ഷൻ ഏതാണ്? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ഓഫ് ക്യാഷും ഇമ്മീഡിയറ്റ് റിസിപ്റ്റ് ഓഫ് ക്യാഷും ഇല്ലാത്ത ഏതെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ടായെങ്കിൽ ആ ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ ഇത് ഏതിന്റെ ഓപ്പോസിറ്റ് ആണ്? ദിസ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് എ ക്യാഷ് ട്രാൻസാക്ഷൻ. രണ്ടിലും എന്തുണ്ട്? മൂല്യമുണ്ട്, മണി ടേംസ് ഉണ്ട്. പക്ഷെ ഒരിടത്ത് ഇമ്മീഡിയറ്റ് റിസിപ്റ്റ് ഓഫ് ക്യാഷോ ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ഓഫ് ക്യാഷോ ഉണ്ടാകുന്നു. അതെവിടെയാ? ക്യാഷ് ട്രാൻസാക്ഷനിൽ. ഒരിടത്ത് ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ഓഫ് ക്യാഷും ഇല്ല, അഥവാ ഇമ്മീഡിയറ്റ് റെസിപ്റ്റ് ഓഫ് ക്യാഷും ഇല്ല. അതെന്ത് ചെയ്യുന്നു? ഈ പേയ്മെന്റോ റെസിപ്റ്റോ എന്താണെങ്കിലും ശരി, അത് ഭാവിയിലേക്ക് മാറ്റുന്നു. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ഏതാണ്? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. നമ്മൾ കണ്ടു, ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഈവൻസ് ആണ്, ആക്ടിവിറ്റി ആണ്. അത് എങ്ങനെയുള്ളതായിരിക്കണം? മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി. നമ്മളിവിടെ എഴുതിയത് കുറച്ച് മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി ആയിരുന്നു. ഒരു 3 എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതി. അത് മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി ആയിരുന്നില്ല. ഉദാഹരണമായിട്ട് സ്ട്രൈക്ക്, ലോക്കൗട്ട്, ഡെത്ത് എന്നെല്ലാം പറയുന്നത് എന്തല്ല? മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി അല്ല. അതുകൊണ്ട് അത് ട്രാൻസാക്ഷൻ അല്ല. ഈ ട്രാൻസാക്ഷന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഒരു ബിസിനസ് ട്രാൻസാക്ഷന് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഒരു ഇടം കിട്ടും. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് അഥവാ ബിസിനസ് ട്രാൻസാക്ഷൻസ് എവിടെ വരുന്നതാണ്? ബുക്സ് ഓഫ് അക്കൗണ്ടിൽ വരുന്നത് ആണ്. പറഞ്ഞ മനസ്സിലായല്ലോ? ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഒരു ഇടം കിട്ടും എങ്കിൽ ആ ഈവന്റ്, ആ ആക്ടിവിറ്റി ഒരു ട്രാൻസാക്ഷൻ ആണ്. വീണ്ടും പറയുകയാണെങ്കിൽ ഒരു ട്രാൻസാക്ഷന് എപ്പോഴും ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷനിൽ ഒരു സ്വാധീനം ഉണ്ടായിരിക്കും. That means it will affect the financial status, the financial position. That means the assets and liabilities of a business concern. അപ്പോൾ ഒരു ഈവന്റിന്, ഒരു ആക്ടിവിറ്റിക്ക്, ഒരു ബിസിനസിന്റെ ആസ്തിയില്, ബാധ്യതയില് ഒക്കെ ഇമ്പാക്ട് ഉണ്ടായെങ്കിൽ ആ ഈവന്റ് ഏതാണ്? ആ ആക്ടിവിറ്റി ഏതാണ്? അത് ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. പറഞ്ഞ് മനസ്സിലാക്കി കാണുമല്ലോ. അപ്പോൾ നമ്മളിവിടെ കണ്ടത് ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഒരു ട്രാൻസാക്ഷൻ? Transaction simply means an event or activity measurable in terms of money or measurable in monetary terms. ഏത് ടേംസിൽ മെഷർ ചെയ്യുക? മോണിറ്ററി ടേംസിൽ. അതാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ആ ട്രാൻസാക്ഷൻ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ക്യാഷ് ട്രാൻസാക്ഷൻ എന്നും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നും. എന്താണ് ക്യാഷ് ട്രാൻസാക്ഷൻ? ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ആ ട്രാൻസാക്ഷനിൽ ഇമ്മീഡിയറ്റ് റിസീപ്റ്റ് ഓഫ് ക്യാഷോ ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ഓഫ് ക്യാഷോ ഉണ്ടായെങ്കിൽ അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. എന്നാൽ എന്താണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ? ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷനെ സംബന്ധിച്ച് അവിടുത്തെ റിസീപ്റ്റ് ഓഫ് ക്യാഷ് അഥവാ പേയ്മെന്റ് ഓഫ് ക്യാഷ് പെട്ടെന്ന് ഉണ്ടാകുന്നില്ല, അത് ഭാവിയിലേക്ക് മാറ്റി വെക്കുന്നു. അതാണ് ഏത് ട്രാൻസാക്ഷൻ? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ എന്താണ് എന്നും ക്യാഷ് ട്രാൻസാക്ഷൻ എന്താണെന്നും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്താണെന്നും മനസ്സിലായി എന്ന് കരുതുന്നു. ഇവിടെ തന്നെ പറഞ്ഞാൽ ചില ടേംസ് ഉണ്ട്. ഫിനാൻഷ്യൽ പൊസിഷൻ, അസറ്റ്, ലയബിലിറ്റി തുടങ്ങിയ കുറേ ടേംസ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അവയെല്ലാം നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം.